സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ് സർ. ലാലേട്ടാ ആക്ഷൻ. രാജുമോൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു, അങ്കിളിന്റെ ഫാദർ ആരാണ്? ഞാൻ പറഞ്ഞു, ഒരു രാജാവാണെന്ന്. കിരീടവും അതെ ലാലേട്ടാ, അങ്ങനെയല്ല, തോളൊരല്പം കൂടി ചരിക്കാം. എന്നിട്ടാ രാജുമോനൊരു അല്പം കൂടി സ്ട്രെസ് കൊടുത്തു പറയൂ. ആ, ഒന്നുകൂടി പറയൂ. എന്ത് പറയാൻ? എടീ, നിന്റെ പുത്രൻ ഇതുവരെ എഴുന്നേറ്റില്ലേ? അല്ല, എണീറ്റിട്ട് എന്ത് ചെയ്യാനല്ലേ? ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ ഇവിടെ എത്ര കേട്ടിരിക്കുന്നു, ഒന്ന് നിർത്തിക്കൂടെ? എങ്ങനെ നിർത്തും? വലിയ എഞ്ചിനീയറും ഡയറക്ടറും ഒക്കെ അല്ലേ ആ കിടക്കണത്. ആദ്യം എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി, എൻ്റെ കുറെ കാശ് കളഞ്ഞു. പിന്നെ ഡയറക്ടർ ആവാൻ പോയി, അങ്ങനെയും കളഞ്ഞു കുറെ കാശ്. എന്ത് പറയാനാ? കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. 3 നേരവും പാത്രത്തിന്റെ മുന്നിലെത്താൻ ആരും ഓർമ്മിപ്പിക്കണ്ട. എന്റെ പെൻഷൻ കാശുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോണു. ഏത് നേരവും അവൻ ഇങ്ങനെ കുറ്റം പറയുന്നത് എന്തിനാ? അവനിപ്പോ എന്താ ചെയ്തേ? വലിയ സംവിധായകരുടെയും എഴുത്തുകാരുടെയും ഒക്കെ ഫോട്ടോ പരസ്യങ്ങളിൽ കണ്ടപ്പോ അവരൊക്കെ ഒന്ന് പഠിപ്പിക്കുന്നു വിശ്വസിച്ച് ഒരുത്തൻ സംവിധായകനാവാൻ പോയില്ലേ? എന്നിട്ടിപ്പോ എന്തായി? 30 കൊല്ലത്തെ എന്റെ അധ്വാനമാ ഞാൻ അവന് വേണ്ടി തൊലച്ചത്. എടാ, നിനക്ക് വേണ്ടി 1 ലക്ഷം രൂപയാ ഞാൻ ഫീസായിട്ട് എണ്ണി കൊടുത്തേ. എന്നിട്ടൊരു പ്രാവശ്യമെങ്കിലും ആ പറഞ്ഞ സംവിധായകർ ആരെങ്കിലും അവിടെ വന്ന് നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടോടാ? അല്ലേലും ഞാൻ പറയുന്നതൊക്കെ നീ എപ്പോഴാ കേട്ടിരിക്കണേ? എന്റെ തലയിലെഴുത്ത്. ഹലോ. അജയ്, എന്തൊക്കെയുണ്ടോ വിശേഷം? നീ ഇപ്പൊ എന്ത് ചെയ്യണു? ഞാനിപ്പോ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്താലും വീട്ടിൽ നിന്ന് ദിവസവും വയറടച്ച് കിട്ടുന്നുണ്ട്. നീയോ? ഞാൻ വല്ല ബിസിനസ്സോ മറ്റോ തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. എന്ത് ബിസിനസ്? നമ്മുടെ NH-ന്റെ സൈഡിലേ ഒരു തട്ടുകടയോ മറ്റോ. അതിനാവുമ്പോ വലിയ മുതൽ മുടക്കൊന്നും വേണ്ടല്ലോ. NH-ലൂടെ എങ്ങോട്ടൊക്കെയോ പോകുന്ന ആൾക്കാർ. പറ്റുകാരുണ്ടാവില്ല, പതിവുകാരുണ്ടാവില്ല, പ്രശ്നക്കാരും ഇല്ല. നീ എന്താടാ പറയുന്നേ? തട്ടുകടയോ? അതെടാ, നീയും കൂടെ ചെയ്യുന്നോ? ഞാനോ? ഒന്ന് ആലോചിച്ചിട്ട് പറയാം. ഓക്കെ. സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. കുറച്ച് ചിരിക്കും, സൈഡിലേക്ക് ഒന്ന് തിരിഞ്ഞാട്ടെ. താങ്കൾ ഭാഗ്യവാനാണ്. ഇന്ത്യയിലെ ഏറ്റവും നല്ല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊന്നാണ് ഞങ്ങളുടേത്. സ്റ്റാർട്ട് തൊട്ട് കട്ട് വരെ ഇവിടെ പഠിക്കുന്ന ഓരോ കുട്ടിയെയും പ്രബുദ്ധരാക്കിയിരിക്കും. സംവിധാനം, തിരക്കഥാരചന, ചിത്രസംയോജനം, ഛായാഗ്രഹണം, ഇതിലേതാ താല്പര്യം? സംവിധാനം. ഗുഡ്. സംവിധാനത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതിന് മുൻപ് കോഴ്സിലെ ആദ്യ 4 മാസം സിനിമയിലെ എല്ലാ സാങ്കേതിക വിഷയങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കണം. അതിനുശേഷം പ്രഗത്ഭ സംവിധായകരുടെ ശിക്ഷണത്തിൽ അവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിച്ച് നിങ്ങളുടെ നല്ലൊരു സംവിധായകനെ കണ്ടെത്താൻ ഞങ്ങളുടെ പൂർണ്ണ സഹകരണം ഉണ്ടാവും. പിന്നെ ഒരു ജോലിയാണ് ഉദ്ദേശമെങ്കിൽ മലയാളം ചാനലുകളിലും, അല്ല അന്യഭാഷയിലാണ് താല്പര്യമെങ്കിൽ അവിടുത്തെ ചാനലുകളിലും ഞങ്ങൾക്ക് ടൈപ്പ് ഉണ്ട്. ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കും. മക്കളെ വായോ. എന്താടാ? എടാ, എനിക്ക് വേറെ ഐഡിയ വന്നു. നമ്മൾ പഠിച്ച വിദ്യ ഉപയോഗിച്ച് നമുക്കൊരു ബിസിനസ് ചെയ്തൂടെ? എന്ത് ബിസിനസ്? പറയാം. നിന്നെ നേരിട്ടൊന്ന് കാണണം. നമ്മുടെ ബാക്കി പിള്ളേരെ കൂടെ ഒന്ന് വിളിച്ചേക്ക്.
ആ ഓക്കെ. ഞാൻ പറഞ്ഞോ? എടാ നീ കാര്യം എന്തോന്ന് പറ. എപ്പോ? നാളെ വൈകുന്നേരത്തോ? ആ 5 മണിക്കല്ലേ? ആ ഓക്കേടാ, ആ ഞാൻ എത്തിക്കോളാം. ഇത്ര നേരമായിട്ടും നീ കാര്യം എന്താന്ന് പറഞ്ഞില്ലല്ലോ. എന്നും കാണണ പുഴ കാണിക്കാനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? അതൊക്കെ എടാ, ശരി തന്നെ. അത് പക്ഷെ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോ 150 ഗ്ലാസും 25 സ്പൂണും ഉണ്ടായിരുന്നു. തിരിച്ചു തരുമ്പോഴോ 16 ഗ്ലാസും 4 സ്പൂണും. ഇതെന്ത് ന്യായ? ഹലോ ഹലോ, ഛേ, ഉത്തരവാദിത്വം ഇല്ലാത്ത ശവങ്ങള്. ആ നിന്റെ കാര്യം കട്ടപ്പുക. ആദ്യം നീ നേഴ്സിംഗ് പഠിക്കാൻ പോയി, പിന്നെ മറ്റേത് അതെന്തിട്ടോടാ? ഫിലിം ഡയറക്ഷൻ. ആ അത് തന്നെ, ഡയറക്ഷൻ. ഒക്കെ കഴിഞ്ഞിട്ട് നീ ഇപ്പൊ ഏതാ കാറ്ററിംഗ് സർവീസ്. നിനക്കൊന്നും നാണമില്ലടാ. എന്റെ അച്ഛനെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ ഫീസായിട്ട് കൊണ്ടു കൊടുക്കുമ്പോ അമ്മാര് പറ്റിക്കുന്നു ഞാൻ അറിഞ്ഞോ? പിന്നെ ഫിലിം ഡയറക്ഷൻ എന്നും ക്യാമറയെന്നൊക്കെ പറഞ്ഞ് നീയൊക്കെ കൊണ്ട കാശ് എടുക്കുമ്പോ അമ്മാര് പറ്റിക്കുന്നു നിങ്ങൾക്കറിയായിരുന്നോ? പിന്നെ എങ്ങനെയെങ്കിലും ജീവിക്കണ്ടളിയാ. എന്തിനാ എങ്ങനെയെങ്കിലുമൊക്കെ ആക്കണേ? നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ജീവിക്കടാ. അതിനെ പറ്റിയൊരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. എന്തു വഴി? നീ എന്താ കണ്ടിട്ടെന്ന് ഇവൻ വിളിച്ചു പറഞ്ഞു. അതാ ഞാൻ വേഗം വന്നേ. ഒന്ന് വേഗം പറഞ്ഞു തൊലയ്ക്ക്. നീ ചൂടാവലടാ, ഞാനൊന്ന് പറയട്ടെ. നമുക്കും തുടങ്ങാം സംവിധാനവും ക്യാമറയൊക്കെ പഠിപ്പിക്കുന്ന ഒരു സെറ്റപ്പ്. എന്താ അഭിപ്രായം? ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടോ? നമുക്ക് പറ്റൂടാ. ഒന്നാമത് സിനിമയിൽ ചായ കൊടുക്കുന്നവരെ പോലും നമുക്ക് പരിചയമില്ല. നിക്ക് ഇവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. അടുപ്പിച്ചൊരു 5 സംവിധായകരുടെ പേര് പറയാൻ പറയുമ്പോ വാ പൊളിച്ച് നിൽക്കുന്ന ആൾക്കാരാ ഇന്ന് ഓരോ സ്ഥലത്തും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തണം. സത്യനന്ദിക്കാട്, പ്രിയദർശൻ, ലാൽ ജോസ്, പി ചന്ദ്രകുമാർ, കമൽ. അളിയ നമുക്കും തുടങ്ങാടാ. കാശ് വാങ്ങി പിള്ളേരെ പറ്റിക്കാനുള്ള പരിപാടിയാ. ദേഹണക്കാരന്റെ ഒരു ദണ്ണം. എടാ, വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞ ഒരു കച്ചവടല്ലേ? ഇവൻ പറഞ്ഞത് ശരിയാ. എഞ്ചിനീയറിംഗ് കോളേജുകാര് നിന്നെ പറ്റിച്ചു, പിന്നെ അഫിലിയേഷൻ ഇല്ലാത്ത നേഴ്സിംഗ് കോളേജുകാര് നിന്നെയും പറ്റിച്ചില്ലടാ. പിന്നെ പ്ലസ് ടു തോറ്റ് പഠിത്തം നിർത്തിയോണ്ട് ഇവ രക്ഷപ്പെട്ടു. ഇവനെ ആരും പറ്റിച്ചില്ലല്ലോ. ആ കാര്യത്തിലേക്ക് കടക്കാം. നമ്മൾ വെറുതെ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ പിള്ളേര് വരുവടാ. അതിനൊരു വഴിയുണ്ട്. കമലഹാസനും പ്രിയദർശനും അടൂരും ഒക്കെ വന്ന് ഡയറക്ഷൻ പഠിപ്പിക്കുമെന്നും സന്തോഷ് ശിവനും പി സുകുമാറൊക്കെ ഒന്ന് ക്യാമറ പഠിപ്പിക്കുമെന്നും നമ്മളൊരു കാച്ചു. പിന്നെ പിള്ളേര് പാഞ്ഞത്തില്ല. അല്ല, അപ്പൊ വരുന്ന പിള്ളേരൊക്കെ ആര് പഠിപ്പിക്കും? നമുക്ക് പഠിപ്പിക്കാടാ. ആ പൈസയൊക്കെ ലാഭല്ലേ? കാലം കുറയായില്ലേ പത്രത്തിലും ചാനലിലൊക്കെ ഞാൻ നിരങ്ങുന്നു. അതുകൊണ്ട് ഡയറക്ഷന്റെ കാര്യം ഞാൻ ഏറ്റു. പത്രത്തിലും ചാനലിലും ഒക്കെ നീയോ? നീ എന്തുവാടെ ഒന്നും അറിയാത്ത പോലെ. കാലത്ത് പത്രമിടലും വൈകിട്ട് കേബിൾ കാശ് പിരിക്കല് വരുന്നില്ലേ പണി? അതെന്താ മോശ? ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള നീ തന്നെ അളിയാ നമ്മുടെ കമ്പനിയുടെ MD. കല്യാണ വീഡിയോ പിടിക്കാൻ ഞാനും ഇവനും പോയതുകൊണ്ട് ക്യാമറയും എഡിറ്റിംഗ് ഒക്കെ ഞങ്ങൾ പഠിപ്പിച്ചോളാം, അല്ലേടാ? ആ എനിക്കൊന്നും അറിയില്ലടാ. അതൊരു വിഷയമല്ലടാ. ഇതൊക്കെ അറിയുന്നവരാണോ ഇതൊക്കെ ചെയ്യുന്നത്? നിനക്ക് പൈസ എന്നാ അറിയാലോ. അതറിയാം. എന്നാ നീ ക്യാഷിലിരുന്നു. അളിയ, നമ്മളിതിപ്പോ എവിടെ തുടങ്ങും? ഒറ്റപ്പാലത്തുള്ള എന്റെ പഴയ തറവാട്ടിലായാലോ? അവിടെ പാരും താമസമില്ല, വാടകയും വേണ്ട. ആ അത് ശരിയാ. അതാകുമ്പോ ഫോട്ടോ വെച്ച് പരസ്യം ചെയ്താ കാണുന്ന ഒരു കിടുങ്ങും. ഈ തട്ടിക്കൂട്ട് പരിപാടിക്ക് ഒരു പേര് വേണ്ടേ? തട്ടിക്കൂട്ട് പരിപാടിയല്ലേ? അതിനെ പറ്റിയൊരു പേരുണ്ട്. അതെന്താ? തട്ടുകട. ഏ? ഏ? തട്ടുകടയോ? തട്ടുകട. അതെ, തട്ടുകട. സത്യം പറഞ്ഞ ഇവനെ ഇവിടെ ചേർക്കാൻ തന്നെ തോന്നിയത് ഈ പേരാ. 10-15 കൊല്ലം കഷ്ടപ്പെട്ടാൽ മാത്രമേ സിനിമയിലേക്ക് എത്താൻ പറ്റുമെന്ന് പലരും പറഞ്ഞു പരത്തിയിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ ഓരോ വിദ്യാർത്ഥിയെയും ഒരു ഫാസ്റ്റ് ഫുഡ് പാറ്റേണിൽ സിനിമയിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. പഠിത്തം കഴിഞ്ഞാ ജോലിയൊക്കെ കിട്ടുവോ? പിന്നെ തീർച്ചയായും ഉം. ഒരു ജോലിയാണ് ഉദ്ദേശമെങ്കിൽ മലയാളം ചാനലുകളിലും അല്ല അന്യഭാഷയിലാണെങ്കിൽ അവിടെയും നമുക്ക് ടൈപ്പുണ്ട്. ശ്രമിക്കാം. ആ പിന്നെ ക്ലാസ് 13-ന് തുടങ്ങും. കൊണ്ടുവന്നിരിക്കുന്നത് ക്യാഷ് ആണോ DD ആണോ? ക്യാഷാണ്. ക്യാഷ് ആണല്ലേ? എങ്കിൽ കൗണ്ടറിൽ അടച്ചോളൂ. ശരി സാർ. താങ്ക് യു സാർ. അളിയാ 22 ആയി. 50,000 × 22 എത്രയാടാ? അത് വിട്.
എന്റെ മോന്റെ ഒരു അഡ്മിഷന്റെ കാര്യത്തിൽ വന്നതാ. അളിയ ആരോടാ സംസാരിക്കുന്നത്? ഇങ്ങനെയാണെങ്കിൽ നമുക്ക് കേരളത്തിലെ ഓരോ ഗ്രാമത്തിലും തുടങ്ങാമെടാ തട്ടുകട. സൈലൻസ് പ്ലീസ്. ഓൾ ലൈറ്റ്സ്, സ്റ്റാർട്ട് ക്യാമറ, റോളിംഗ് സർ, ആക്ഷൻ.